അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അരോമ ടിവിയുടെ ചാനലിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകൾ, വിവിധ സാഹചര്യങ്ങൾ, ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബിന്ദു ലിനു ആണ്. തന്റെ ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. അത് പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബിന്ദു ലിനുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. ആടുകളുടെ വലിയ ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. അരോമ ടിവിയുടെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർ അരോമ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ബിന്ദു ലിനു. എൻ്റെ സ്വദേശം റാന്നിക്കടുത്ത് വെച്ചുച്ചിറയാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ കോട്ടയം ജില്ലയിൽ എരുമേലിക്കടുത്ത് ഒരു ചെറിയ ഗ്രാമമായ മുക്കുട്ടുതറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ ജനനം. എൻ്റെ ബാല്യകാലമൊക്കെ അവിടെയായിരുന്നു. ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ അനുഗ്രഹീതരായ മാതാപിതാക്കന്മാർക്ക് ജനിച്ച 3 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഞാന്. എനിക്ക് ഇപ്പോൾ അമ്മയും 2 സഹോദരങ്ങളുമാണുള്ളത്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ഏറ്റവും ഞാൻ സ്നേഹിക്കുകയും കരുതുകയും എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ പിതാവ്. ഒരു പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിച്ചത് ലോകത്തിൽ മറ്റൊന്നിനേക്കാളും നാം കർത്താവിനെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടും എന്നെ ഈ മാർഗത്തിലേക്ക് തിരിച്ചുവിടുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടും ആ വിധത്തിൽ ഒരു വേദനയിലൂടെ ഞാൻ കടന്നുപോയി. എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ നിലനിർത്തി അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് ആ ക്രൈസ്തവ അനുഭവത്തിൽ നിന്നൊക്കെ ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി എന്നെ ഒന്ന് മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിലാണ് എങ്കിലും ചെറുപ്രായം മുതലേ തിരുവചനം പഠിക്കുവാനും സൺഡേ സ്കൂളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ ഒന്നും അറിയാതിരുന്ന കാലഘട്ടത്തിലും യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിനകത്ത് ആഴമായിട്ട് പതിഞ്ഞിരുന്നു. ചെറുപ്രായത്തിൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് നടക്കുന്ന മാസയോഗത്തിലൊക്കെ ഏറ്റവും കൊച്ചു ഞാൻ തന്നെയായിരുന്നു. മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ അറിവില്ലല്ലോ, കുഞ്ഞായിരുന്നത് കൊണ്ട് ഒത്തിരി കരയുമായിരുന്നു. യേശുപ്പച്ച എന്നെയും ഒരു ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ അന്ന് ആ വാക്കൊന്നും അല്ല ഉപയോഗിച്ചതെങ്കിലും ദൈവം എന്നെ പിൽക്കാലങ്ങളിൽ ആ മാർഗത്തിലേക്ക് എന്നെ തിരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ അവിടെ ചെറിയ ഗ്രാമമായിരുന്നു, അവിടെ പഠിച്ചു. നന്നായിട്ട് വിദ്യാഭ്യാസം നൽകി.
എൻ്റെ സാഹചര്യങ്ങൾ, ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് മൂത്ത് രണ്ട് സഹോദരങ്ങളാണ്. പിതാവ് നഷ്ടപ്പെട്ടു, അമ്മയുടെ തണലിലായി. എങ്കിലും 10ാം ക്ലാസ്സിന് ശേഷം പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. അത് വീടിനടുത്തൊരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. അവിടെ ദൂരോട്ടൊന്നും വിട്ടു പഠിപ്പിക്കുന്നത് അപ്പന് ഇഷ്ടമല്ലായിരുന്നത് കൊണ്ട് ആ വീടിനടുത്ത് തന്നെ ഒരു കോളേജിൽ, അന്നത്തെ കാലത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മുഖാന്തിരം അല്പസ്ഥലം ക്രയവിക്രയം ചെയ്താണ് എന്നെ അപ്പൻ ആ കോളേജിൽ പഠിപ്പിക്കാൻ ആക്കിയിട്ട് ആ വർഷം തന്നെയാണ് അപ്പൻ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത്. അതെന്റെ ജീവിതത്തിൽ വലിയൊരു വേദനയായിരുന്നു. പക്ഷെങ്കിൽ അപ്പന്റെ വേർപാടിന്റെ സമയത്ത് ഞാൻ കാണുമ്പോൾ എന്നെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പിതാവ് എന്ന നിലയിൽ ഏത് പിതാക്കന്മാരും ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിച്ചത് എൻ്റെ മോള് ഉയരങ്ങളിൽ എത്തണം. ഞാൻ ആ വാക്കു പാലിച്ചു. ഒരു ഭൗതിക ജോലിയേക്കാൾ അധികമായിട്ട് ഇന്ന് ലോകത്തിൽ ഞാൻ ഏറ്റവും നല്ലൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. മറ്റെല്ലാ ജോലിയേക്കാളും അധികം ഈ കർത്താവിന്റെ വേല ചെയ്യുന്നതാണ് ഏറ്റവും പരമോന്നതമായ ഒരു ജോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ അപ്പന് കൊടുത്ത വാക്കിൻ പ്രകാരം പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഡിഗ്രി PG ഒക്കെ ഞാൻ ചെയ്തത് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലാണ്. അവിടെ വച്ചാണ് ഞാൻ ക്രിസ്തുവിനെ, ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ഒന്ന് മാറുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, അന്നൊക്കെ ആ പ്രായത്തിൽ ചെറിയൊരു പ്രയാസം വരുമ്പോൾ ആരോടാ ഷെയർ ചെയ്യുക എന്നൊക്കെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു മാധ്യമം എന്ന് പറയുന്നത്, പറയുവാൻ ഒരാളെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ന് കാലം ചെയ്ത KP യോഹന്നാൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മീയ യാത്ര നിത്യം റേഡിയോയിലൂടെ കേൾക്കും, കത്തയക്കുമായിരുന്നു. ഞാൻ കാർഡിൽ കത്തയക്കുന്ന ഒരു സ്വഭാവം 15ാമത്തെ വയസ്സ് മുതൽ ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരന് മൂത്ത സഹോദരൻ ഡൽഹിയിലേക്ക് പോയി. അദ്ദേഹം ഒരു വർഷം ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഇല്ലാതിരുന്ന ഒരു സാഹചര്യം വന്ന സമയത്താണ് ആ ബന്ധം, ഞാൻ കത്തുമായിട്ട് അദ്ദേഹത്തിന് കത്തയച്ചു. ഇങ്ങനെ കാര്യങ്ങൾ പറയും, വീട്ടിലാരും അറിയുന്നില്ല ഇതൊന്നും. അപ്പന്റെ മരണം എല്ലാം കൂടെ ആകെ വല്ലാത്തൊരു മനസ്സാണ് എന്നെ ആ സമയത്ത്. അപ്പോൾ ഞാന് ഈ കത്ത് മുഖാന്തരം അദ്ദേഹം എനിക്കിട്ട ഒരു മറുപടി, അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് സഭയിൽ പോകണം. ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു പാരമ്പര്യ ക്രൈസ്തവ ആംഗ്ലിക്കൻ ചർച്ചിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. എൻ്റെ ഫാമിലിയിൽ സ്വന്തമായിട്ട് ചർച്ച്, അതായത് ആരാധനാലയമുണ്ട്. എൻ്റെ വല്യപ്പച്ചനൊക്കെ അവിടുത്തെ ഉപദേശിയും തിരുമേനി അടക്കമുള്ള കുടുംബത്തിലെ ഒരു മെമ്പറാണ് ഞാൻ. ഒരിക്കലും അങ്ങനെ എനിക്ക് മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെങ്കിൽ അത് മുഖാന്തരം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, അദ്ദേഹത്തിന് വേറൊരു പണിയില്ല. ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ നിർണയവും ഒരു ശൗലിനെ പൗലോസ് ആക്കിയതുപോലെ എന്നെ ആപാദ ചൂടം ഈ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഞാൻ പൂർണ്ണമായി നിൽക്കുവാൻ ആഗ്രഹിച്ച ഒരു മറുപടി ആയിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ക്രിസ്തുവിനെ അറിഞ്ഞതും എൻ്റെ ജീവിതത്തെ ഒത്തിരി വേറൊരു ലെവലിലേക്ക് മാറ്റിയതുമാണ് ആ ചോദ്യത്തിന്റെ മറുപടി. ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കാരണം ആ കത്തും ആ മറുപടിയുമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസം പഠിച്ചു. എനിക്ക് PG, ഞാൻ MA പൊളിറ്റിക്സ് ആണ് NSS ഹിന്ദു കോളേജിൽ പഠിച്ചു. ഒരു കോളേജ് ലൈഫിന്റെ സന്തോഷമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ആ കോളേജിൽ പഠിക്കും, മിക്സഡ് കോളേജാണ് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ്. വീട് വിട്ടു മാറി നിൽക്കാത്ത എനിക്ക് ആ കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ അടിയും ആക്രമണവും പാർട്ടി
ബഹളമൊക്കെ നിൽക്കുന്ന ഒരു കോളേജ് തലത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു. ഞാനൊരു ഹോസ്റ്റല്, ക്ലാസ് റൂം, ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു പോക്ക്. പക്ഷെങ്കിൽ ആ ഹോസ്റ്റലിനകത്തും എനിക്ക് യേശു ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ആശ്രയിപ്പാൻ മാതാപിതാക്കന്മാരില്ല, സ്നേഹിതരുണ്ട്. പക്ഷെങ്കിൽ ചില കുഞ്ഞുങ്ങളുടെയൊക്കെ ഞങ്ങൾ ഹോസ്റ്റലാണല്ലോ, പലപ്പോഴും പെൺകുട്ടികൾ താമസിക്കുന്നിടത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ രോഗമാകാം, മാനസിക സംഘർഷങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എനിക്ക്, എൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ്. ആ കുട്ടിയുടെ ഒരു മാനസിക തകർച്ചയിൽ എല്ലാവരും ചുറ്റും കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ ഓടിച്ചെന്ന് താങ്ങിയെടുത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ഞാനൊരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിലെ മെമ്പറാണ്. അവളെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആരും അടുക്കുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ചെന്ന് മറ്റൊരു കൂട്ടുകാരിയുടെ സഹായത്തോടെ അവളെ ചേർത്ത് നിർത്തി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചപ്പോൾ അന്ന് എന്നോട് ആ ഡോക്ടർ ചോദിച്ചു, ഞാൻ ആരാണ് ആ കുട്ടിയുടെ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ റൂമിനടുത്ത് താമസിക്കുന്ന, അവള് MSc, ഞാന് MA, അങ്ങനെ ഒരു ബന്ധമേ എനിക്കുള്ളൂ. പക്ഷെങ്കിൽ പറഞ്ഞു, ഒരു മനുഷ്യരും ചെയ്യത്തില്ല. ഇവള് മാനസിക തകർച്ചയിൽ മെന്റൽ ഡിപ്രസ്ഡിൽ നിൽക്കുന്ന കുട്ടിയാണ്. തൊട്ടടുത്ത ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ മെന്റൽ വാർഡിലേക്കാണ് ആ കുട്ടീനെ റെഫർ ചെയ്തത്. അങ്ങനെ ഒരു കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ആരും തയ്യാറാകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ക്രിസ്തു, എൻ്റെ കർത്താവ് എന്നെ ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി മാറുവാൻ ആഗ്രഹിച്ചു. ഒന്ന്, എൻ്റെ അനുഭവം അതാ. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പിതാവിൻ്റെ സഹോദരന്റെ കുടുംബത്തിൽ, അതായത് ചങ്ങനാശ്ശേരിക്കടുത്ത് പത്തനാട്, ആ സ്ഥലത്ത് ഞാൻ എൻ്റെ പിതാവിൻ്റെ സഹോദരന്റെ ഒരു വെക്കേഷൻ ടൈമിൽ പോകും. അവിടുത്തെ മോൾ എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കും. ഞാൻ ഹോസ്റ്റൽ ആയതുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലും. അവിടുത്തെ മാതാവ് കുവൈറ്റിലായിരുന്നു. പുള്ളിക്കാരത്തി നാട്ടിലേക്ക് എത്തിയപ്പോൾ ആ മാമയ്ക്ക് ക്യാൻസറിന്റെ 4th സ്റ്റേജുമായിട്ടാണ് അദ്ദേഹം കുവൈറ്റിൽ നിന്ന് ആന്റി നാട്ടിലെത്തിയത്. ആ കുടുംബം അന്ന് സാൽവേഷൻ ആർമി പത്തനാട് ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീത കുടുംബമാണ്. പിതാവും മാതാവും 3 കുഞ്ഞുങ്ങളുമാണ് അവിടെയും ഉള്ളത്, എൻ്റെ സഹോദരങ്ങളാണ്. ഈ മോള് നാട്ടിലായതുകൊണ്ട്, ആന്റി കുവൈറ്റിലായതുകൊണ്ടും പെൺകുട്ടികൾ ആരും ആ വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ അവധി കിട്ടുമ്പോൾ ആ വീട്ടിലേക്ക് പോകും. പക്ഷെ എൻ്റെ ആന്റി നാട്ടിലേക്ക് വന്ന സമയത്ത് ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെക്കപ്പിന് പോകുമ്പോൾ ഉണ്ടായ ആ പ്രതിസന്ധിയിൽ ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആണെന്ന് അറിഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തി. അന്നത്തെ കാലത്ത് ഇന്നത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. മരുന്നും മെഡിസിനും ഒക്കെ വീട്ടിലാണ്. ഇവര് സാൽവേഷൻ ആർമി പോകും. വഴിയിലൂടെ വന്ന ഒരു പാസ്റ്ററും കുടുംബവും നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. വീട്ടിൽ നിരന്തരം അവർ വരുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ആ കുടുംബത്തിലുള്ള മക്കളെക്കാൾ അധികമായിട്ട് ഞാനാണ് ആ കുടുംബത്തിലെ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവരെ നിരന്തരം ഈ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ എൻ്റെ PGയുടെ എക്സാം ടൈമായി, ലാസ്റ്റ് ഫൈനൽ ഇയർ ആയി. ആ സമയത്ത് ഈ ചർച്ചുമായിട്ട് ഞങ്ങൾ ഏറ്റവും അടുത്തു. ഈ പാസ്റ്ററും ആന്റിയും നിരന്തരം നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത് മറ്റ് സാൽവേഷൻ ആർമി ചർച്ചുകാർക്ക് പ്രയാസമായി. അവര് സഭയിൽ നിന്ന് ഇവരെ പുറത്താക്കി. അപ്പോൾ എൻ്റെ പിതാവിന്റെ സഹോദരനും കുടുംബവും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു കാരണക്കാരി ഞാൻ തന്നെയാണ്. എൻ്റെ മാതാവിന്റെ വയ്യാഴികയിൽ അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തു. അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പെന്തക്കോസ്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് പെട്ടെന്നൊരു ഡൈവർഷൻ വന്നു. ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നു 1999 ആ കാലഘട്ടത്തിൽ WME, ഇന്നത്തെ നമുക്കറിയാം വേൾഡ് മിഷൻ ഇവാഞ്ചലിസം, കരിയമ്പിള ഉള്ള കൺവെൻഷൻ പന്തലിൽ അവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ കൂടെ ഞാനും അന്നൊക്കെ വാനിൽ കയറി നമ്മൾ പോകും. ആ പോയ ആ മീറ്റിങ്ങിനകത്ത് ഞാൻ നോക്കുമ്പോൾ ആ ഓലക്കീറിട്ട പന്തലിനടിയിൽ ഒരുപാട് ആൾക്കാർ നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണുന്നത് ആഭരണം ഇട്ട് നിൽക്കുന്ന ഒരാൾ ഞാൻ മാത്രമാണ്.
ദൈവത്തിന്റെ ഒരു ദർശനവും ഇടപെടലും ആ നിമിഷം എനിക്ക് ഉണ്ടായതാവും ആ തിരിച്ചറിവ് എന്റെ ഹൃദയത്തിലേക്ക് വന്നത്. പെട്ടെന്ന് എനിക്കൊരു വല്ലാത്തൊരു ജാള്യത തോന്നി. ആ സമൂഹത്തിന്റെ നടുവില് ഞാൻ മാത്രം വ്യത്യസ്തയായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ, എന്റെ ഹൃദയത്തിനകത്തേക്ക് എനിക്കും ആ വിധത്തിലേക്ക് മാറണമെന്ന് കരുതി 1999 ഡിസംബർ മാസം 31 രാത്രിയിലെ പ്രെയർ ഞങ്ങൾ പെന്തക്കോസ്ത് ചർച്ചിൽ, എന്റെ ഉപ്പാപ്പന്റെ ഭവനത്തിൽ അവർ പോയിക്കൊണ്ടിരുന്ന ആ ചർച്ചിലെ മീറ്റിങ്ങിനകത്ത് ഇരിക്കുമ്പോൾ എന്റെ ആഭരണം ഞാൻ കയ്യിൽ ഊരിപ്പിടിച്ചു. ഡിസംബർ 31 കൊണ്ട് ഞാൻ ആഭരണത്തെ ഉപേക്ഷിക്കുകയാണ്. എന്റെ വീട്ടിൽ പറയുന്നില്ല. എന്റെ അമ്മയുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. ഞാൻ നിൽക്കുന്ന ആരാധനാ ഹാളുണ്ട്, ആരാധനാലയം. ആരോടും പറയുന്നില്ല. പക്ഷെങ്കിൽ 2000 ആണ്ട് ജാനുവരിയില് സ്നാന ശുശ്രൂഷയ്ക്കായി ഞാൻ കടവിലേക്ക് അടുക്കുവാൻ ആഗ്രഹിച്ചു. എന്റെ അപ്പാപ്പന്റെ കുടുംബം, ഞാനും ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ PGയുടെ വെക്കേഷൻ ടൈമാണ്. ആദ്യത്തെ ഒരു ടൈം കഴിഞ്ഞിട്ട് വെക്കേഷൻ ടൈമിലാണ് എന്റെ സ്നാനത്തിലേക്ക് ഞാൻ തയ്യാറാകുന്നത്. ഞാൻ തലേ ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് എന്റെ മാതാവിനോടും സഹോദരങ്ങളോടും പറയുമ്പോൾ എന്റെ മാതാവ് ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഞാന് വീട്ടിലേക്ക് ചെല്ലുന്നു. തലേ ദിവസം എന്റെ കയ്യിൽ എന്റെ കമ്മലുണ്ട്, 2 മോതിരം എനിക്കുണ്ടായിരുന്നു, കൊലുസുണ്ടായിരുന്നു. ഇതുകൊണ്ട് അമ്മയുടെ കൊടുക്കുമ്പോൾ അമ്മ അതെടുത്ത് എറിഞ്ഞു. കാരണം അമ്മയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിതാവിനെ ആംഗ്ലിക്കൻ ചർച്ച് ക്രമീകരണത്തില് അവിടെ അടക്കം ചെയ്തു. പിതാവിന്റെ കല്ലറ അവിടെയുണ്ട്. പാരമ്പര്യ ക്രൈസ്തവ കുടുംബം, വല്യപ്പൻ ആൾക്കാരെല്ലാം അവിടെ നിൽക്കുന്നു. അവരെല്ലാം അവിടെ നിന്ന് നിത്യതയിലേക്ക് മാറിപ്പോയെങ്കിലും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു വിശ്വാസത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് എന്റെ ഭവനത്തിലോ ഞാൻ ഉൾപ്പെട്ടു നിന്ന ദേവാലയത്തിലോ ആർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും എന്നോട് എതിർത്തു. നിനക്ക് ഇത് അഹങ്കാരമാണെന്ന് വരെയും പറഞ്ഞവരുണ്ട്. പക്ഷെങ്കിൽ മറുപടിയോ ചോദ്യങ്ങൾക്കോ ഒന്നും എനിക്ക് അവിടെ അവസരമില്ല. ഞാൻ ഒത്തിരി നിസ്സഹായയായി പോയ ഒരു നിമിഷമായിരുന്നു. ആരും എനിക്ക് ആശ്രയമില്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹം മാത്രം എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ ഒത്തിരി ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തു. ഏകാന്തത എന്താണെന്ന് അനുഭവിക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഒത്തിരി സ്നേഹിച്ച മാതാപിതാക്കന്മാരാൽ വളർത്തപ്പെട്ട അനുഗ്രഹീത ഒരു കുടുംബത്തിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഒരു മാറ്റം എനിക്കത് ഒരിക്കലും താങ്ങുവാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ അകത്തു പകർന്ന ദൈവസ്നേഹം എന്നെ കൂടുതൽ യേശു ക്രിസ്തുവിൽ ഉറയ്ക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു അത്. ഞാൻ ആരെയും ആശ്രയിച്ചില്ല. തൊട്ടടുത്ത ദിവസം 2000 ആണ്ട് ജനുവരി മാസത്തിൽ എൻ്റെ പിതാവിന്റെ സഹോദരനും ആ കുടുംബവും സ്നാനപ്പെടുന്ന കടവിൽ ഏറ്റവും ആദ്യം അനേകരോട് ചേർന്ന് ഞാൻ കർത്താവും രക്ഷിതാവുമായി ജലത്തിൽ ഞാൻ സ്നാനമേറ്റു. എൻ്റെ രക്തബന്ധങ്ങൾ എന്ന് പറയുവാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാവോ സഹോദരങ്ങളോ ആരുമില്ലായിരുന്നു. എൻ്റെ സഹോദരൻ അത് കഴിയാറായപ്പോൾ ദൂരെ നിന്ന് കണ്ടു. ഇളയ സഹോദരൻ വന്നുപോയി. അമ്മയ്ക്ക് നല്ല എതിർപ്പായിരുന്നു. മൂത്ത സഹോദരൻ ഡൽഹിയിലായിരുന്നു ആ സമയം. പക്ഷെങ്കിൽ ഞാൻ ഒട്ടും പിന്മാറിയില്ല. എതിർപ്പുകളെ എല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ മൂടി എൻ്റെ യാത്ര മുൻപോട്ട് തുടർന്നു. നല്ല വിദ്യാഭ്യാസം കർത്താവ് എനിക്ക് നൽകി. അതിനുശേഷം മുൻപോട്ട് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ നല്ലൊരു ലോയർ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ പിതാവിനും അതായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവിക നിർണയത്തിനകത്ത് ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇന്ന് മഹത്വകരമായ കർത്താവിന്റെ വേലയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒത്തിരി ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ദീർഘനാളുകൾ പഠനത്തിന് ശേഷം മറ്റ് സാഹചര്യങ്ങൾ ഞാൻ BEdന് ചേരുവാനായിട്ട് ആഗ്രഹിച്ചു. കാര്യങ്ങൾ നടന്നില്ല. MAയുടെ റിസൾട്ട് വരുന്നു വൈകിയത് കൊണ്ട് എനിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് കുറേ നാൾ വീട്ടിൽ നിന്നു.
എനിക്ക് ആ സമയത്തിനകം ഞാൻ സ്നാനപ്പെട്ടു. തിരിച്ച് എൻ്റെ ഭവനത്തിൽ വന്നതുകൊണ്ട് എനിക്ക് ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകാൻ അവസരമില്ലായിരുന്നു. ഞങ്ങൾ ഞങ്ങൾക്ക് സഭ ഞങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിക്കകത്തായതുകൊണ്ട് ഒരിക്കലും എൻ്റെ കുടുംബങ്ങളായിട്ട് എൻ്റെ പിതാവിന്റെ സഹോദരങ്ങൾ 6 പേരായിരുന്നു. എല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്നത് കൊണ്ടും അതിന്റെ ഒരു വിഹിതമാണ് ചർച്ച ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടുന്ന് ഒരിക്കലും ആ പാരമ്പര്യ കെട്ടിൽ നിന്ന് പുറം ലോകത്തേക്ക് പോകുവാൻ വിദ്യാഭ്യാസത്തിന് ശേഷം അവസരം ലഭിച്ചില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ദൈവം നൽകിയ ഒരു ചാൻസ്, ഒരു ബൈബിൾ കോളേജിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അത് ഞാനൊരു മഹാഭാഗ്യമായിട്ട് കണ്ടു. വർഷങ്ങൾക്ക് പിറകിലാണ്. അന്ന് എനിക്ക് 1500 രൂപയാണ് അവർ തന്നത്. പക്ഷെങ്കിൽ ഞാൻ ആ പൈസ ഒന്നും എനിക്കൊരു ഭൗതിക നന്മയായിട്ട് കണ്ടില്ല. അവിടെ ബൈബിൾ കോളേജിൽ പഠിച്ച സഹോദരങ്ങൾക്ക് ഫീസ് ഇല്ലാതെ വരുമ്പോൾ ഞാൻ ആ പൈസ അവർക്ക് കൊടുത്തിട്ട് ഒഴിഞ്ഞ കൈയോടെയാണ് ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് ചെല്ലുന്നത്. എനിക്ക് ശമ്പളം കിട്ടുന്നൊന്നും അവർക്കറിയില്ല. എനിക്ക് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം, കർത്താവിനെ ആരാധിക്കണം, അതിനൊരു മാർഗമായിട്ട് മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ. പക്ഷെങ്കിൽ അവിടെ നിന്ന് ദൈവം എന്നെ വളർത്തിയെടുത്തു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആന്ധ്രയിലേക്ക് പോയി. ഓൾറെഡി എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടല്ലോ. ഞാൻ ആന്ധ്രയിൽ പോയി സ്കൂളിൽ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. എൻ്റെ സഹോദരങ്ങളൊക്കെ പോയ കൂട്ടത്തിൽ ഞാനും പോയി. അന്ന് ഏറ്റവും ദൂരം ആന്ധ്ര സ്റ്റേറ്റും വിട്ട് ഏറ്റവും ലാസ്റ്റ് കരീം നഗർ എന്ന് പറയുന്ന ആന്ധ്രയിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. യാത്രയൊക്കെ വളരെ ക്ലേശം, ശക്തമായ ചൂട്, നാട് വിട്ട് നിന്നിട്ടില്ല. അവിടുത്തെ ചൂട് ഒരിക്കലും താങ്ങുവാൻ കഴിയാത്തൊരു ചൂടായിരുന്നു. എൻ്റെ ശാരീരിക അവസ്ഥകളെല്ലാം മാറി ചൂട് മുഖാന്തിരം. പക്ഷെങ്കിൽ അവിടെയും ആ ജോലിയിൽ ഉറച്ചു നിന്നു. അവിടെയും ഞാൻ ഒരു തികഞ്ഞ ദൈവ പൈതലായി തന്നെ നിന്നു. ചില നാളുകൾ ആന്ധ്രയിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തു. തിരിച്ച് നാട്ടിൽ വരും. ഓരോ വർഷവും തിരിച്ച് വീണ്ടും ആന്ധ്രയിലേക്ക് പോകും. അങ്ങനെ കുറച്ച് നാൾ 6-7 വർഷം ആന്ധ്രയിൽ സ്കൂളിൽ, വിവിധ സ്കൂളുകൾ, വിവിധ ഡിസ്ട്രിക്റ്റുകളിലൊക്കെ മാറി മാറി സ്കൂളിൽ പഠിപ്പിച്ചൊരു അധ്യാപനം എനിക്കിത് കിട്ടി. ആ സമയത്തും അവിടെയുള്ള ദൈവിക സഭകളിലൊക്കെ പോകുമ്പോഴും അവിടുത്തെ ഭാഷ തെലുഗാണെങ്കിലും മലയാളത്തിൽ പാടുവാനും ഒക്കെ അവസരം ലഭിച്ചു. ചെറിയ തോതിൽ ഭാഷ പഠിച്ചു, അവരോടൊക്കെ സംസാരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. എൻ്റെ വിവാഹത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം ചെയ്തു. വചനം ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്നോട് കൂടെ ഇരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു ദൈവ പൈതലായതുകൊണ്ട് എൻ്റെ വിവാഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പല ആലോചനകൾ വരുമ്പോഴും എൻ്റെ ഭവനം പാരമ്പര്യ ക്രൈസ്തവ കുടുംബം, അന്നാരും അപ്പോഴും എൻ്റെ മാതാവും സഹോദരങ്ങളും ഒക്കെ പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പെന്തക്കോസ്തിൽ ആലോചന മതി എന്നും പറഞ്ഞ് ഞാൻ നിൽക്കും. അങ്ങനെ വിവാഹം ഒത്തിരി മുൻപോട്ട് ഡിലേ ആയി, ഒത്തിരി നാൾ മുൻപോട്ട് പോയി. പക്ഷെങ്കിൽ തക്ക സമയത്ത് ദൈവം എനിക്ക് തക്കതായ ഒരു തുണയെ ദൈവം നൽകി. എൻ്റെ ആ ഒരു യൗവന കാലം ഒക്കെ മുൻപോട്ട് മാറി പോയപ്പോഴും ഇതിനിടയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് പോലും ഞാൻ മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യം, ഒരു ട്രാജഡി എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായി. പോസ്റ്റ് ഗ്രാജുവേഷന്റെ വെക്കേഷൻ ടൈം കോളേജിൽ നിന്ന് ടൂറ് പോയി. 3 ദിവസത്തെ ടൂറും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെത്തി. അവിടെ നിന്ന് ഞങ്ങളെ എല്ലാവരും പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പോകേണ്ട ബസ്സുകളിൽ ഞങ്ങൾ കയറി. ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല പോയത്, എൻ്റെ അപ്പാപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ മണിമലയ്ക്കടുത്ത് വെച്ച് ഞാൻ യാത്ര ചെയ്ത ബസ്, വീട്ടിലേക്ക് പോകുന്ന ബസ് മറിഞ്ഞ് ഒരു വലിയൊരു ദുരന്തമായിരുന്നു. വാഹനത്തിൽ രാവിലെ സമയമായതിന് സ്കൂൾ കുട്ടികളും നിറഞ്ഞ യാത്രക്കാരും ഉണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട് സീറ്റില് എൻ്റെ ബാഗ് മടിയിൽ വെച്ച് യാത്രാക്ഷീണം കൊണ്ട് നല്ല ഉറക്കത്തിലാണ്. ബസ് 1 മറിഞ്ഞു, 2 മറിഞ്ഞു. രണ്ടാമത്തെ മറിച്ചിലിൽ
എനിക്ക് മനസ്സിലായി ബസ് മറിയുകയാണ്. മൂന്നാമത് ബസ് കാരണം മറിഞ്ഞപ്പോൾ അത് വലിയൊരു അല്പ താഴ്ചയിലേക്ക് പോയി. എങ്കിലും ആ വാഹനത്തിലുള്ള സകലമാന ആൾക്കാരെയും പുറത്തെടുത്തതിന് ശേഷം ഫ്രണ്ട് സീറ്റ് ആയതുകൊണ്ട് വണ്ടിക്കകത്തു നിന്ന് ഡീസൽ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിലേക്ക് വന്ന് നനവ് അനുഭവപ്പെടുമ്പോൾ എന്നെ ചവിട്ടി ആൾക്കാരെ എടുക്കുന്നു. ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊട്ടിച്ച്. എന്റെ മേളിൽ ഒത്തിരി കുട്ടികളാണ്. ഞാൻ അവിടെ കിടന്നു. ഒരു കാര്യം മാത്രം ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഒരാഴ്ചയായി ഞാൻ വീട് വിട്ടിറങ്ങിയിട്ട് എന്റെ വീട്ടിൽ ചെന്ന് എന്റെ മാതാവിനെ കാണണം. നീ എനിക്കൊരു ആയുസ് തന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി ഓടിക്കോളാം എന്ന് ഞാൻ അവിടെ ഇരുന്നൊരു തീരുമാനം എടുത്തത്. ഇന്നും ഞാൻ നിൽക്കുന്നത് ആ ദൈവത്തിന്റെ കരുണയാണ്. ഒരു പക്ഷെങ്കിൽ ഞാൻ അന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ ഞാൻ മുഖാന്തരം വിടുവിക്കപ്പെടേണ്ടവർ, ഞാൻ മുഖാന്തരം സുവിശേഷത്തിലേക്ക് വരേണ്ടവർ, ഞാൻ മുഖാന്തരം രക്ഷപ്പെടേണ്ട അനേക കുഞ്ഞുങ്ങൾ, മാതാക്കൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, അനേക കുടുംബ ബന്ധങ്ങൾ ഒരു പക്ഷെങ്കിൽ നിത്യനാശത്തിലേക്കോ ഇന്ന് ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂമുഖത്ത് പോലും അവരില്ലാതിരിക്കുമെന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നെ ദൈവം വിടുവിച്ചു. ഞാൻ ആ ദൈവത്തിന് ഇന്നും നന്ദിയോടെ ദൈവത്തെ ഓർക്കുന്നു. വേഗത്തിൽ പറയാം, എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ വരാം. എന്നെ വിവാഹം കഴിച്ചത് പാസ്റ്റർ ലിനു മാത്യു, വെച്ചുച്ചിറ സ്വദേശിയാണ്. കർത്താവിന്റെ വയലിൽ അധ്വാനം ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നു. മാതാവും പിതാവും ഒരു സഹോദരിയുമാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത്. ഒത്തിരി സ്നേഹവും കരുതലും ഒക്കെ ലഭിച്ച ഒരു സുവിശേഷകനാണ് കർത്താവിന്റെ ദാസൻ. വലിയൊരു കുടുംബത്തിലെ ഒരു മകനാണ്. ഫാമിലിയിൽ 11 പിതാക്കന്മാരുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത്. ഒത്തിരി സഹോദരങ്ങൾ. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒത്തിരി സഹോദരങ്ങൾ. അവരുടെ എല്ലാം ഏറ്റവും സ്നേഹിക്കുന്ന ഒരു മകനാണ് എനിക്ക് കൂട്ടായി തന്ന കർത്താവിന്റെ ദാസൻ. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി കറതീർന്ന ഉപദേശത്തിൽ നിൽക്കുവാൻ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തി. പറയട്ടെ, കുടുംബമായി ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ വേലയിൽ ഒരുമിച്ച് കർത്താവിന് വേണ്ടി 15 വർഷം കഴിഞ്ഞു. വിവാഹശേഷം ഞങ്ങള് വിവാഹ സമയത്ത് അദ്ദേഹം ബൈബിൾ കോളേജിൽ MD ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കോട്ടയം അരീപ്പറമ്പ് അവിടെയുള്ള ഒരു ബൈബിൾ കോളേജിൽ MD ചെയ്യുന്ന സമയത്തായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയമായിരുന്നെങ്കിലും ദൈവത്തിന്റെ കരുതൽ ഞങ്ങളോട് കൂടെയിരുന്നു. വിവാഹശേഷം ഞങ്ങൾക്ക് മുൻപോട്ട് കായംകുളത്ത് ഒരു സഭയിൽ, അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവസഭയിൽ അസിസ്റ്റന്റ് ആയിട്ട് പോവുകയും, ഒരു ഹൗസ് ചർച്ച് ആയിരുന്നു. ആദ്യത്തെ ഒരു സമയം എന്നെയും കൊണ്ട് പോയെങ്കിലും ഞങ്ങൾക്ക് വെച്ചുച്ചിറയിൽ നിന്ന് കായംകുളം വരെ ബസ്സിൽ പോയി തിരിച്ച് ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങൾക്ക് മാതാവിനെയും പിതാവിനെയും നോക്കി ഒരു കുടുംബം മുൻപോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു വീണ്ടും ആന്ധ്രയിലേക്ക് പോയി. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അവിടെ ഒരു ചുരുക്കം വർഷം, 2-3 വർഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടെ സ്കൂളിൽ പഠിപ്പിക്കും. പക്ഷെങ്കിൽ അവിടെ ആന്ധ്ര തെലങ്കാന ഡിവിഷൻ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒത്തിരി ഭാരം തോന്നിയ ഒരു ദിവസം ഉണ്ടായി. കർത്താവിന്റെ ദാസൻ ഒരു സഭയുടെ ശുശ്രൂഷ നിൽക്കുകയായിരുന്നു. അവിടുന്നാണ് വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ആന്ധ്രയിലേക്ക് വന്നു. പക്ഷെങ്കിൽ എൻ്റെ മനസ്സിൽ ഒത്തിരി കുറ്റബോധം തോന്നിയ ഒരു ദിവസം. മാതാപിതാക്കന്മാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു സഹോദരനാണ് എനിക്ക് കൂട്ടായി തന്നത്. എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ സാഹചര്യങ്ങൾ മുഖാന്തരമാണ് ഞങ്ങൾ ആന്ധ്രയിലേക്ക് പോയത്. പക്ഷെങ്കിൽ മടങ്ങിപ്പോരണം. ആ മാതാപിതാക്കന്മാരുടെ ആഗ്രഹത്തെ സഫലീകരിക്കണമെങ്കിൽ നാട്ടിലേക്ക് വരണമെന്ന് അതിയായി ആഗ്രഹിച്ചു, തീരുമാനിച്ചു. തക്ക സമയത്ത് ആന്ധ്ര തെലങ്കാന ഡിവിഷൻ വലിയ പ്രശ്നമായി. സ്കൂളുകളൊക്കെ അടയ്ക്കുന്നു. അവർക്ക് സാമ്പത്തികം തരാനില്ല. ഞങ്ങൾ 8 പേരാണ് നിൽക്കുന്നത്. ഞാനും ദൈവദാസനുമുണ്ട്. എൻ്റെ കൂടെ 6 സഹോദരിമാരുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരാണ് അവരെ എവിടെയെങ്കിലും സ്കൂളിലാക്കി ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ എങ്ങും ക്രമീകരണമായില്ല. കുറച്ച് മാസങ്ങൾ
1 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ശമ്പളം ഇത്രയും പേരുടെ കിട്ടാനുണ്ടെങ്കിലും ഞങ്ങൾ ഒരു മാസം ഫുള്ള് ആ ഹോസ്റ്റൽ റൂമിൽ, ഞങ്ങൾ താമസിക്കുന്ന ആ റൂമിനകത്ത് ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. എന്റെ ദൈവദാസൻ ഞങ്ങളെ നാട്ടിലെത്തിക്കുവാൻ ദൈവം ഒരുക്കിയൊരു പദ്ധതിയായിരുന്നു. ഞങ്ങളും എല്ലാവരും നാട്ടിൽ തിരിച്ചെത്തി. ദൈവം ക്രമീകരണം ചെയ്തു. ഒറ്റ രാത്രി ഞങ്ങളെ 3-4 ദിവസം പ്രാർത്ഥിച്ചു. എന്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങള് അവരൊന്നും പെന്തക്കോസ്തുകാരല്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ലഭിക്കാനുള്ള നന്മയുടെ വിഹിതം എടുത്ത് ദൈവനാമത്തിൽ നമ്മൾ കൊടുക്കാമെന്ന് തീരുമാനമെടുക്കി. ഈ രാത്രി ദൈവം നമുക്ക് വഴി തുറക്കും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ രാത്രി ദൈവം ഇടപെട്ടു. ആ മാനേജ്മെന്റിനോട് ഇടപെട്ട് ഞങ്ങളുടെ ശമ്പളം ലഭിച്ചു. ഒന്നും നോക്കിയില്ല, എല്ലാ ക്രമീകരണങ്ങളും അടുക്കിപ്പെറുക്കി ഞങ്ങൾ അവിടം വിടുവാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് പോരുക. നാട്ടിലെത്തി ഞങ്ങളുടെ കൂടെയുള്ള സഹോദരിമാർ കുഞ്ഞുങ്ങളെ അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചാൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം അവിടം കൊണ്ട് തീർന്നു. ഞങ്ങൾക്ക് ഫ്രീ ആകാം. ഞങ്ങള് അവിടെ നിന്ന് ആ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത്? ഒരു സാഹചര്യം മുൻപിലില്ല. ഞാനും പാസ്റ്ററും മാതാപിതാക്കന്മാരും ഉണ്ട്. എന്താണ് അടുത്ത ഒരു കാര്യമെന്ന് പാസ്റ്റർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, മുട്ടുമടക്കാം. കാരണം അദ്ദേഹത്തിന് നാട്ടിലുള്ള ബന്ധങ്ങളെല്ലാം 2 വർഷം ഞങ്ങൾ ആന്ധ്രയിലേക്ക് വിവാഹത്തിന് ശേഷം പോയി കഴിഞ്ഞ് ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ആദ്യത്തെ ഒരു 3 ദിവസം സഭയിലെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ മാതാവും പിതാവും പോകുന്നത് വെച്ചിച്ചിറ വാഹമുക്ക് ന്യൂ ഇന്ത്യ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ഒരു അനുഗ്രഹീത കുടുംബമാണ്. നമുക്ക് അവിടെ സഭയിൽ പോകാം, പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ മാതാവിൻ്റെ കൂടെ അവിടെ അടുത്തുള്ള ഒരു സഭയിൽ മീറ്റിങ്ങിന് പോയി. പാസ്റ്റർ മറ്റൊരു മീറ്റിങ്ങിലേക്ക് എരുമേലിക്ക് അടുത്ത് പോയി. അദ്ദേഹം വരുമ്പോൾ ഞാൻ ആ വീട്ടിൽ 3 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു. 2-ാം ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഞങ്ങളെ ദൈവം സ്ഥിതികളെ മാറ്റും, ഒരു ശുശ്രൂഷയിലേക്ക് ദൈവം നടത്തുന്നു. ഞാൻ മാത്രമാണ് ആ ദൂത് കേട്ടത്, ദേവദാസനില്ല. വീണ്ടും ആ 3 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ വീണ്ടും ഇതുപോലെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോഴും ഞാൻ ദേവദാസന് ഒരുമിച്ച് ആ ദൂത് വീണ്ടും കേട്ടു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സഹോദരൻ പാസ്റ്റർ സുനിൽ കൊടിത്തോട്ടം, അദ്ദേഹം മുഖാന്തരം പത്തനാപുരത്ത് ഗ്രേസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ഫാമിലിയെ വേണം, ബൈബിൾ കോളേജിലേക്ക് വാർഡനായിട്ട് ഫാമിലി ആയിട്ട് വേണമെന്ന് പാസ്റ്റർ ബാബു ശമുവേൽ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചു എന്നും പറഞ്ഞ് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ മറ്റൊന്നും ചിന്തിച്ചില്ല, സാമ്പത്തികമോ മറ്റൊന്നും ചിന്തിച്ചില്ല. ഞങ്ങള് വില്ലിങ് ആയി അവിടെ ചെന്ന് സാറിനെ കാണുന്നു. ഞങ്ങൾ പത്തനാപുരം ബൈബിൾ കോളേജിലേക്ക് ഞങ്ങൾ 2 പേര് യാത്രയായി. അവിടെയുള്ള ഹോസ്റ്റലിൽ താമസം, അതിനടുത്തൊരു വീടെടുത്തു തന്നു. അവിടെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ വീണ്ടും മുൻപോട്ട് കൊണ്ടുപോയി. ബൈബിൾ കോളേജിന്റെ വാർഡനായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. ഞാൻ അവിടെ ലൈബ്രറിയിലൊക്കെ പോയിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ സഭാ ശുശ്രൂഷയില്ല, മറ്റൊരു കാര്യങ്ങളുമില്ല. ബൈബിൾ കോളേജും ഞാൻ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ട്യൂഷൻ എടുത്തുമൊക്കെ അവിടെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന സമയത്ത് സാറ് 2013 ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. 2010 ഞങ്ങളുടെ വിവാഹം നടന്നു. 2 വർഷം ആന്ധ്രയിൽ നിന്നു. 2013 തിരിച്ച് നാട്ടിലെത്തി. ഉടനെ തന്നെ 1 മാസത്തിനകം പത്തനാപുരം ഗ്രേസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് 10 വർഷത്തോളം ഞങ്ങൾ പത്തനാപുരത്ത് ഞങ്ങൾ താമസിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ. ഞങ്ങളുടെ 2 ഭവനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കാവുന്നതിലും അധികം സന്തോഷം. ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ദൈവം വളർത്തിയെടുത്ത നിമിഷങ്ങളാണ് പത്തനാപുരം. പത്തനാപുരം ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളെ ആത്മീകമായിട്ട് വളർത്തിയതുമെല്ലാം പത്തനാപുരമാണ്. ഗ്രേസ് ക്രിസ്ത്യൻ മിനിസ്ട്രീസിനകത്ത് ദൈവം ഞങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങി. ദീർഘദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ബൈബിൾ കോളേജിൽ നിന്നുള്ള പ്രവർത്തനത്തെ ഒരു സഭാ ശുശ്രൂഷയിലേക്ക് ദൈവം കൈപിടിച്ചു വളർത്തി. ദേവദാസൻ ഒരു ബൈബിൾ കോളേജ് അധ്യാപകനല്ല. അദ്ദേഹത്തിന് ആടുകളെ മേയ്ക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും സാഹചര്യം കൊണ്ട് ബൈബിൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. പക്ഷെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കണ്ടു. ഞങ്ങൾക്ക് പത്തനാപുരത്ത് നിന്ന് മല്ലപ്പള്ളിയിൽ ഒരു സഭാ ശുശ്രൂഷ 2016 ദൈവം നൽകി.
ഈ കാലഘട്ടമൊക്കെ ഞങ്ങൾ ദീർഘദൂരം ബസ്സിൽ പ്രഭാതത്തിൽ പത്തനാപുരത്തുനിന്ന് യാത്ര ചെയ്താൽ 3 ബസ് മാറി ഇറങ്ങി പത്തനംതിട്ട എത്തും. പത്തനാപുരത്തുനിന്ന് ഒരു ബസ് പത്തനംതിട്ട എത്തും. പത്തനംതിട്ടയിൽ നിന്ന് അടുത്ത ബസ് കയറി കോഴഞ്ചേരിയിൽ ഇറങ്ങും. കോഴഞ്ചേരിയിൽ നിന്ന് ഒരു ബസ് കയറി മല്ലപ്പള്ളിയിലെത്തി. മല്ലപ്പള്ളിയിൽ നിന്ന് സഭാ ശുശ്രൂഷ ഞങ്ങൾ കൃത്യം 9:30 ആകുമ്പോൾ എത്തി ആരാധന നടത്തി വൈകിട്ട് ഞങ്ങൾ തിരിച്ച് പത്തനാപുരത്തെത്തും. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരു വർഷം അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്തനാപുരം സഭയിലേക്ക്, അവിടുത്തെ കേന്ദ്ര ചർച്ചിലേക്ക് ഒരു അസിസ്റ്റന്റ് ആയിട്ട് ദൈവദാസനെ ദൈവം നിയുക്തനാക്കി. അവിടെയുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഞങ്ങൾക്ക് തലമുറകളില്ല ആ സമയത്ത്. ഈ സമയത്തും ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അങ്ങനെ ഒരു ശൂന്യതയുണ്ട്. പക്ഷെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾക്ക് ഒരു മാതാവും പിതാവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. ഞാൻ പറയട്ടെ, ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഒത്തിരി മാതാപിതാക്കന്മാരുടെ വേദനകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടും ലഭിക്കേണ്ട സന്തോഷമോ സമാധാനമോ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനപ്പെടുന്ന ഒരു ലോകത്തിൽ ഞങ്ങൾ അനേക കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് മാതാപിതാക്കന്മാരായിരിക്കുവാൻ, ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് മാതാവായി ചേർത്ത് നിർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. പക്ഷെങ്കിൽ ഈ ഒരു സാഹചര്യവും കർത്താവിന് വേണ്ടി അധികം ഓടുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. 2018 കോവിഡ് എന്ന മഹാമാരിയുടെ സമയം എല്ലാവരെയും അകത്തളങ്ങളിൽ ഒതുക്കിയപ്പോൾ കോവിഡ് എല്ലാവർക്കും പ്രതികൂലമായിരുന്നു. പക്ഷെങ്കിൽ എന്റെയും എൻ്റെ പ്രിയപ്പെട്ടവന്റെയും ജീവിതത്തിൽ കോവിഡ് ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി തീരുകയായിരുന്നു. ഒറ്റപ്പെടലും ഏകാന്തതയും ഒക്കെ ഞങ്ങൾ അനുഭവിച്ച സമയം. ഒരു വലിയ വീടിനകത്ത് ഞാനും പാസ്റ്ററും എല്ലാ പ്രഭാതത്തിലും ഞങ്ങൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കോവിഡിന്റെ സമയത്ത് സഭാ ശുശ്രൂഷയിൽ ഒരു മാറ്റം ലഭിച്ചത് പുറമറ്റത്തേക്കാണ്. ഞങ്ങൾ അവിടെ നിന്ന് അവിടേക്ക് വരും. അപ്പോൾ ഞങ്ങള് മല്ലപ്പള്ളിയിൽ ശുശ്രൂഷിച്ച സമയത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോരുമ്പോൾ അവർ ചെറിയൊരു കവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഞങ്ങൾ വീട്ടിൽ വന്ന കവർ തുറന്ന് പ്രാർത്ഥിച്ചെണ്ണ് നോക്കുമ്പോൾ 10,000 രൂപയുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങള് ബാക്കി അല്പം സാമ്പത്തികം കൂടെ ലഭിച്ച് ഞങ്ങൾ ഒരു ബൈക്ക് എടുത്തു. ഞങ്ങള് കോവിഡിന്റെ സമയത്ത് ഞങ്ങൾക്ക് സഭാ ശുശ്രൂഷ പുറമറ്റത്തേക്കായി. 1 മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് എല്ലാം അവിടെ അടച്ചു പൂട്ടി. ഒരു ബൈബിൾ കോളേജിന്റെ ഒരു റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളോടൊപ്പം 10-14 ആൺകുട്ടികൾ താമസിക്കുന്നത്. ഞാനും പാസ്റ്ററും ഈ 14 സഹോദരങ്ങളുമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഞാൻ ആ 14 പേർക്കും അമ്മയായിരുന്നു. അവരുടെ സ്നേഹവും കരുതലും ഒക്കെയാണ് എന്നെ ശുശ്രൂഷയിൽ ഒത്തിരി ബലപ്പെടുത്തി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ കുഞ്ഞുങ്ങൾ അതിനകത്ത് 45 വയസ്സായ വിവാഹിതനായ ഒരു 2 കുടുംബമുണ്ട്. ബാക്കിയെല്ലാം കൊച്ചുമക്കളാ. ഒരു 20-23 വയസ്സ് തൊട്ട് മുൻപോട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഞാനൊരു ആന്റി ആയിരുന്നു, ഒരു അമ്മയായിരുന്നു. ഞാനും പാസ്റ്ററും ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞങ്ങളെ നോക്കിയിരിക്കുന്ന സഹോദരങ്ങളായിരുന്നു പത്തനാപുരത്ത് ആ ബൈബിൾ കോളേജിൽ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നുള്ള വിഷമം അറിയിക്കാതെ ദൈവം അതാത് സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്. ആ കാലഘട്ടമൊക്കെ ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. കോവിഡായി എല്ലായിടവും അടച്ചുപൂട്ടി. നാട്ടിലുള്ള കുട്ടികൾ പോയി, നോർത്ത് ഇന്ത്യയിലേക്കുള്ള കുട്ടികൾ അവസാനം ബീഹാറിലുള്ള ഒരു മോൻ ജോസഫ് ലീ, ആ പൈതലിനെയും കൂടെ കടത്തിവിട്ടതിന് ശേഷം ട്രെയിൻ എല്ലാം ബ്ലോക്കായി. ഞാനും പാസ്റ്ററും മാത്രം അവിടെ നിൽക്കുന്നു. നാട്ടില് പുറമറ്റത്തേക്ക് ഒരു മരണ ശുശ്രൂഷയിൽ വന്നു ഞങ്ങൾ പോയി കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിൽ അസാധാരണമായ വേദന. ആ സമയത്തൊന്നും പത്തനാപുരത്ത് ആർക്കും കോവിഡ് ഇല്ല. പക്ഷെങ്കിൽ ഞങ്ങളെക്ക് 2 പേർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ടെസ്റ്റ് ചെയ്യാം, ആരും അറിയാതെ പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ചെയ്തില്ല. അവര് ഈ കോവിഡിന്റെ ടെസ്റ്റ് നടക്കുന്ന ആ സെന്ററിൽ വിട്ടു. ഒരു 50 പേരോളം ടെസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ബിന്ദു ലിനു മാത്യു പേര് വിളിക്കുമ്പോൾ കോവിഡ് പോസിറ്റീവ്. ഞങ്ങള് ഒന്നും തീരുമാനിച്ചില്ല. കുറച്ച് അല്പമാകുന്ന അന്നത്തെ ആ മരുന്നുകളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ആരോടും പറയാൻ പറ്റില്ല. സാറിനെ വിളിച്ചു പറയുന്നു. ആ സമയത്ത് അവിടെ കോവിഡ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയം. ഞങ്ങൾ താമസിക്കുന്ന വീടിനകത്ത് ഞങ്ങൾ 2 പേരും മാത്രമായി. രാത്രിയുടെ യാമത്തിൽ അസാധാരണമായ പ്രതികൂലം.
ദൈവദാസന് വല്ലാത്ത ബുദ്ധിമുട്ട്, രോഗം മൂർച്ഛിച്ചു. എല്ലാവരും പൊടുന്നനവേ ഫോൺ എടുത്താൽ എല്ലാവരും മരിച്ചു മാറുന്ന ഒരനുഭവങ്ങളാണ്. പക്ഷെങ്കിൽ ഞാനും പാസ്റ്ററും മാത്രം വീട്ടിലേക്ക് മടങ്ങിപ്പോകാം, ആംബുലൻസ് വിളിക്കാം, ആരോടും പറയാൻ വല്ലാത്തൊരു സ്ഥിതിയിലും അവിടെയുള്ളവരൊക്കെ വിളിച്ചന്വേഷിക്കുമ്പോഴും എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ കണക്ട് ചെയ്ത് ദൈവം അനേകരെ ഞങ്ങളുടെ ആ ഏകാന്ത സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ആത്മികവും ഭൗതികവുമായി എല്ലാ സാഹചര്യങ്ങളും ഇന്നുള്ളതിലും ശ്രേഷ്ഠകരമായിട്ട് ദൈവം ഞങ്ങളെ നടത്തി. ഞങ്ങൾ അവിടെ ഒരു സഭയുടെ കീഴിൽ ഒരു ദൈവദാസന്റെ കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിലും ആ ദൈവദാസൻ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. പക്ഷെ ആർക്കും വീട്ടിലേക്ക് വരാൻ കഴിയില്ല. ഞങ്ങളെ സഹായിച്ച ഒത്തിരി സഹോദരങ്ങളുണ്ട് ആ ദേശത്ത്. ഞങ്ങൾ പാർത്ത ആ വീട് ഒരു മർത്തോമ കുടുംബത്തിലെ ഒരു സഹോദരന്റെ ആയിരുന്നു. ആ സഹോദരൻ അവിടെ എല്ലാവർക്കും അരിയും സാധനങ്ങളും കൊടുക്കുമ്പോഴും ഞങ്ങൾക്കൊന്നും ലഭിക്കുക. കാരണം ഞങ്ങളവിടെ താമസിക്കുന്നുണ്ട്. ഈ സാറ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. പക്ഷെങ്കിൽ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട അയൽപക്കത്തെ ഭവനങ്ങളിൽ നിന്ന് ഫുഡ് ക്രമീകരിച്ച് അവർ ഞങ്ങളുടെ വീടുകളിൽ എത്തിക്കും. ഒരു 3 കുടുംബം ഞങ്ങൾക്ക് നിരന്തരം ഫുഡ് തരും. ഒരു സഹോദരൻ മരുന്നും കൊണ്ട് ഞങ്ങളുടെ ഗേറ്റിനകത്ത് വരും. അതുപോലെ ഒത്തിരി മറക്കാനാകാത്ത വ്യക്തിത്വങ്ങളുണ്ട് പത്തനാപുരത്ത് എനിക്ക്. ഈ കോവിഡിന്റെ സമയങ്ങളിൽ ഞങ്ങളെ സഹായിച്ചവർ, അതൊന്നും ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ഞങ്ങളുടെ ഞാൻ പാസ്റ്റർ ഒത്തിരി തളർന്നു പോയ സമയത്തൊക്കെ ഞങ്ങളെ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു ഫോൺ ഉണ്ട് കയ്യിൽ, അതിനകത്തൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി രോഗത്തിൽ നിന്നൊക്കെ ആശ്വാസം നൽകിയ സമയത്താണ് രാജസ്ഥാനിലുള്ളൊരു കുറെ സഹോദരങ്ങൾ, ടീച്ചേഴ്സാണ് അവർ മുഖാന്തിരം നമുക്ക് ഒരു നിരന്തരം പ്രെയർ, ആ പ്രെയറിൽ എന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു സൂം മീറ്റിംഗിലേക്ക് എനിക്ക് ദൈവം അവസരം നൽകി. ഞാൻ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം പത്തനാപുരത്ത് ഇരുന്നുകൊണ്ട്. ആ സമയത്ത് ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പ് എന്ന അനുഗ്രഹീത കൂട്ടായ്മ, സിസ്റ്റർ ഷീലാദാസ് അവറുകൾ ആന്റിയുടെ നേതൃത്വത്തിലുള്ള സഹോദരിമാരെ സുവിശേഷീകരണത്തിൽ പങ്കെടുപ്പിക്കുന്ന മിഷണറിമാരുടെ ഒരു കൂട്ടായ്മ. എല്ലാ ശനിയാഴ്ചയും നോർത്ത് ഇന്ത്യയിലുള്ള മിഷണറിമാരാണ് ആ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതിനകത്ത് സിസ്റ്റർ ബ്ലസ്സി ബിജു ലീഡ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയിൽ രാജസ്ഥാനിൽ നിന്നുള്ള മിഷണറിമാരാണ് അന്ന് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഷീജ സ്റ്റാൻലി എന്ന് പറയുന്ന വയനാടുകാരി രാജസ്ഥാനിൽ നിന്ന് അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി പത്തനാപുരത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഷീലാൻഡി ചോദിച്ച ആരാ? എന്നോട് പരിചയപ്പെട്ടു. ഞാന് പേര് പറഞ്ഞു. ശുശ്രൂഷയിലാണോ? അതെ. കുടുംബം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനും പാസ്റ്റോളും. കുട്ടികളില്ലേ? ഇല്ല. ശരി, അടുത്ത ആഴ്ച ടെസ്റ്റ് മണി പറയണമെന്ന്. തൊട്ടടുത്ത സാറ്റർഡേയില് ഞാൻ ആ ഗ്രൂപ്പിൽ എൻ്റെ അനുഭവം ഷെയർ ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതും എനിക്ക് കർത്താവിനോടുള്ള അമിതമായ സ്നേഹവും ഒക്കെ അവിടുന്ന് ആ കോവിഡിന്റെ സമയത്ത് മുതൽ ഞാൻ വീടിനകത്തിരുന്ന് എൻ്റെ ചെവിയിലേക്ക് ഈ മീറ്റിങ്ങുകൾ ഞാൻ നിരന്തരം മീറ്റിങ്ങിൽ പറ്റെടുത്തു. അപ്പോൾ തന്നെ ഓൺലൈൻ ബൈബിൾ ക്ലാസ്സുകൾ എത്ര സ്ഥലങ്ങളിൽ നിന്ന്. പ്രഭാതത്തിൽ ഉണരുമ്പോൾ വാട്സാപ്പിൽ വചനം, ഗ്രേസ് ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗിൽ ഒരു മീറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ വാട്സാപ്പിൽ വചനം നടക്കുന്നു. ആ സമയത്ത് എനിക്ക് ഫോണില്ല. നിരന്തരം പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. കോവിഡിന്റെ സമയമാണ്, നമുക്ക് സാമ്പത്തികമൊന്നും ഒത്തിരി ലഭിക്കേണ്ട സാഹചര്യമല്ലല്ലോ. പക്ഷെങ്കിൽ എനിക്കൊരു ഫോൺ മേടിക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കൈകളിൽ വന്നു. ആ ഫോൺ മേടിച്ചു, വചനം പഠിക്കുവാൻ തുടങ്ങി. പല ബൈബിൾ കോളേജിൽ ഞാൻ സേവനം ചെയ്തെങ്കിലും എനിക്ക് ലഭിക്കാത്ത അവസരങ്ങൾ ഓൺലൈൻ മാധ്യമത്തിലൂടെ വചനം പഠിക്കുവാൻ ദൈവം അവസരം തന്നു. ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളിലൂടെ അവിടെ തുടങ്ങിയ യാത്ര ഇന്ന് ഞാൻ നിൽക്കുന്നത് ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ എക്സിക്യൂട്ടീവിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട്, പത്തനംതിട്ട ജില്ലയുടെ ഒരു കോർഡിനേറ്റർ ആയിട്ടും, നിരവധി സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ യാത്രകൾ, അനവധി മിഷൻ ട്രിപ്പുകൾ. ഞാൻ യാത്ര ചെയ്ത മിഷൻ ട്രിപ്പുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ഞാനും കർത്താവിന്റെ ദാസനും പ്രിയ ഷീലാൻഡിയോടും ടീം അംഗങ്ങളോടും ഒപ്പം എവിടെ ഒരു മിഷൻ ട്രിപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. സഹോദരിമാരുടെ കൂട്ടായ്മയാണ്. പക്ഷെങ്കിൽ ദൈവം ഞങ്ങളെ എത്തിക്കേണ്ട സാഹചര്യങ്ങളിൽ, സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ദൈവം ഉപയോഗിക്കണമോ അവിടെയെല്ലാം ദൈവം ഉപയോഗിച്ചു. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല. എപ്പോഴും നീതിമാന്റെ ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ അവന്റെ മക്കൾക്ക് ദൃഢനിശ്ചയം ഉണ്ടാകും. ഒരു വചനം അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. എൻ്റെ ജീവിതത്തിലും അത് വലിയൊരു നിശ്ചയമാണ്. ഞാൻ എവിടെയൊക്കെയോ വേദനിച്ചോ, എവിടെയൊക്കെ ഒറ്റപ്പെടൽ അനുഭവിച്ചോ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ വഴി നടത്തി.
വളരെ മാന്യമായി ശ്രേഷ്ഠകരമായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ക്രിസ്തുവിൽ എന്നെ തികഞ്ഞവനാക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാൻ ദൈവത്തോട് പറയും, ക്രിസ്തുവിൽ വളർത്തണം, ക്രിസ്തുവിലാകണം. ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ശൂന്യതകളും ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം, കറ തീർന്ന വിശുദ്ധിയുള്ള ഒരു ജീവിതം എനിക്ക് വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പത്തനാപുരത്ത് 10 വർഷം ഞങ്ങൾ താമസിച്ചു. കോവിഡിനുള്ള സാഹചര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നല്ലൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരിടം സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങൾ പത്തനാപുരത്ത് നിന്ന് പുറമറ്റത്ത് വരുന്ന സമയത്താണല്ലോ കോവിഡ് അടച്ചുപൂട്ടിയത്. ഞങ്ങൾക്ക് മനസ്സിലായി, അപ്പോൾ ഇനിയും ആ സർക്കിളിൽ നിന്നാൽ നമ്മുടെ വഴികൾ മുൻപോട്ട് പോകുന്ന വലിയ പ്രയാസം. ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ച, ഒരു കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിക്കുന്ന ആ ബഹുമാന്യ ദേവദാസനെയും ദേവദാസിയെയും കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് പോരാനുള്ള ഒരു വിഷമം. നല്ല സാഹചര്യത്തിലാണ് പത്തനാപുരത്ത് കഴിഞ്ഞത്. പക്ഷെങ്കിൽ ക്രിസ്തുവിന്റെ നിർണയം ഞങ്ങൾ എങ്ങനെ സാറിനോട് പറയും? ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥിച്ചു. കോവിഡിന്റെ സമയമുണ്ട്. ആരെയും ആ വലിയ വീടിനകത്ത് ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുവാൻ തുടങ്ങി. ഇവിടം വിടും, തിരുവല്ല പട്ടണത്തിൽ നിങ്ങളെ ഉറപ്പിക്കും. ആ ദൈവശബ്ദത്തിന് ഞങ്ങൾ കാതോർത്തു. ഒരു ദിവസം ഞാൻ എന്റെ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ കയറി ഞാൻ ഇങ്ങനെ ഒരു ലീഡ് ചെയ്യുവാനൊക്കെ വലിയ സങ്കോചമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനും ചെറിയ ചെറിയ മെസ്സേജുകൾ കൊടുക്കുവാനും, കോവിഡ് ആണ് ഈ സമയത്ത് വചനം പഠിക്കുവാൻ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഒക്കെ വചനം പഠിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാന് ഒരു ദിവസം ഇങ്ങനെ കിച്ചണിൽ ഞാൻ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്റെ കാതുകളിൽ കേട്ട ഒരു ശബ്ദമുണ്ട്, രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ചിലത് വലിച്ചിട്ടേക്കണം. ഞാൻ എപ്പോഴും എന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്, ചിലത് വലിച്ചിട്ടേക്കുക. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി രൂത്തിന്റെ ജീവിതത്തിൽ രൂത്തിനു വേണ്ടി ചിലത് വലിച്ചിട്ട് മാറ്റിവെച്ചതുപോലെ എന്റെയൊക്കെ ജീവിതത്തിൽ ചിലത് ദൈവം വലിച്ചിട്ട് ഒരു പ്രത്യേക പ്രൊവിഷൻസിനകത്ത് ഒരു ദൈവം ഞങ്ങളെ കരുതി. അപ്പോൾ എന്റെ ഒരു ആഗ്രഹമായിരുന്നു തിരുവചനം പഠിക്കണമെന്ന്. ഞാൻ ആ ഒരു സമയം എന്റെ വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു അവസരം കിട്ടിയതാ എനിക്ക്. പക്ഷെങ്കിൽ അന്ന് എനിക്ക് പെനിയൽ കീഴിലം ബൈബിൾ കോളേജ് ഞാൻ പോയി അഡ്മിഷൻ എടുത്തു. ആ ബൈബിൾ കോളേജിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് അവിടെ ഒരാഴ്ചയെ നിൽക്കാൻ പറ്റുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ടെസ്റ്റ് മണി കണ്ട് കീഴിലം ബൈബിൾ കോളേജിലെ അപ്പച്ചൻ എനിക്ക് തന്നൊരു അഡ്മിഷനായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് അവിടെ നിൽക്കുവാൻ കഴിഞ്ഞു. അതെന്റെ ജീവിതത്തിൽ ഒത്തിരി നിരാശ വന്നെങ്കിലും ഇന്ന് കർത്താവിന്റെ ദാസനോട് കൂടി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിനങ്ങളിൽ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 4-ാം തീയതി ഞാൻ MD ഗ്രാജുവേറ്റ് ചെയ്തു. ഗ്രേസ് ക്രിസ്ത്യൻ ബൈബിൾ കോളേജിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിച്ചു തുടങ്ങിയെങ്കിലും ഫെയ്ത്ത് മിഷൻ അക്കാഡമി എന്ന ഒരു അനുഗ്രഹീത സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഓൺലൈനിൽ കൂടെ MD കോഴ്സ് ചെയ്ത് 60 പേരോടൊപ്പം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് MDവിന്റെ ഒരു അനുഗ്രഹീതമായ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചിങ്ങവനത്തിനടുത്ത് ബിബ്ലിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പെനിയൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടില് ബിബ്ലിക്കൽ കൗൺസിലിംഗും കൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാല് അടുത്ത മാസം ജൂൺ മാസത്തിൽ അതിന്റെ ഗ്രാജുവേഷൻ നടക്കുക. ദൈവം എനിക്ക് നൽകിയ ഒത്തിരി അവസരങ്ങൾ ഞാനിത് പറഞ്ഞതാ, ഒരു പ്രശംസയ്ക്കല്ല ഞാൻ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലും ഒരുവനെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ പരിമിതികളൊന്നും അതിനൊരു തടസ്സമല്ല. നമ്മുടെ ശൂന്യതകളോ ബുദ്ധിമുട്ടുകളോ, ഒത്തിരി ഒറ്റപ്പെടലും വേദനകളും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട അനുഭവങ്ങളുണ്ട്. കുട്ടികളില്ലാത്ത നിമിത്തം ശുശ്രൂഷ ജീവിതത്തിലൊക്കെ ഞാൻ ഒത്തിരി ചോദ്യങ്ങളെ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളെ ശാസിക്കാൻ പറ്റത്തില്ല, ദൈവദാസനാണ്, ദൈവദാസിയാണ്. പക്ഷെ സഭയിൽ കുഞ്ഞുങ്ങൾ അശ്രദ്ധ കാണിക്കുമ്പോൾ ഒരു ദൈവദാസി എന്നുള്ളതല്ലേ നമ്മൾ അവരോട് പറയുമ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കന്മാർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്നോട്. പക്ഷെങ്കിൽ പിന്നീട് അവരുടെ തന്നെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി, ഞാൻ അന്ന് അവരോട് പറഞ്ഞു കൊടുത്തത് അവർക്കത് അനുഗ്രഹമായെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് കോവിഡിന്റെ സമയത്ത് എൻ്റെ സഭയിൽ, പുറമറ്റത്ത് സഭയിൽ ഒരു സഹോദരി വർഷങ്ങളെ 12 വയസ്സുള്ള ഒരു മോളുണ്ട്. അവൾക്ക് പിന്നീട് കുട്ടികൾ ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ ഓൺലൈനിൽ എൻ്റെ ഒരു മെസ്സേജ്
ഞാൻ പറഞ്ഞൊരു മെസ്സേജ് ആ സഹോദരി ഏറ്റെടുത്തു. സെലോഫഹാദിന്റെ മക്കള് മോശയുടെ മുമ്പാകെ അവരുടെ വിഷയം വെച്ചു. അപ്പന്റെ വീതം എനിക്ക് വേണം. എന്റെ മെസ്സേജ് ഓൺലൈനിൽ ഞാൻ പറഞ്ഞു, കോവിഡ് സമയത്ത് പറഞ്ഞ ഒരു മെസ്സേജ് ആ സഹോദരി കേട്ടിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു. അപ്പന്റെ വീതം എനിക്ക് വേണം. അവർക്ക് കുട്ടികളില്ല, 12 വർഷം ഒരു മോളുണ്ടായിട്ട് പിന്നെ കുഞ്ഞുങ്ങളില്ല, ഒരു സാധ്യതയുമില്ല. അടുത്ത ഒരു സെക്കൻഡില് ഞാൻ മുമ്പോട്ട്, എനിക്ക് ജീവിതമില്ല. അവളുടെ വീട്, അവളുടെ അപ്പനില്ല, അമ്മയില്ല. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭവനം മാത്രം. അവര് ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിൽക്കുന്നു. ഇവര് ഭാര്യയും ഭർത്താവും ഈ ഒരു മോളും മാത്രം പെന്തക്കോസ്തിൽ ഞങ്ങളുടെ വിശ്വാസിയായി നിൽക്കുമ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ആന്റി എനിക്ക് ജീവിക്കണ്ട, ഞാൻ അടുത്ത നിമിഷം എനിക്ക് മരിച്ചാൽ മതി. ഞാൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞത്, ആന്റി ഞാൻ കിണറിന്റെ തടിയേൽ കയറി നിന്നു മരിക്കുവാൻ. ആന്റിയുടെ മെസ്സേജ് എന്നെ തിരിച്ചു പിടിച്ചത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കൃപയാൽ ഞാൻ പറയട്ടെ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവം ഒരു തലമുറയെ ആ കുഞ്ഞിന് കൊടുത്തു. ആ കുഞ്ഞിനെ വളർത്തിയത് ഒരു നല്ല പ്രായം വരെ ഞാനും പാസ്റ്ററും. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ദൈവം നൽകി. ഇന്നും എന്റെ കുഞ്ഞ്, ഞങ്ങളെ രണ്ടുപേരെയാണ് അവൻ അപ്പ അമ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്റെ ജീവിതത്തിലെ ഒത്തിരി അങ്ങനെ അനുഭവങ്ങളൊക്കെ ദൈവം നൽകിയപ്പോഴും എന്നോട് ദൈവം സംസാരിച്ച ഒരു വചനമുണ്ട്. മരണത്തിലേക്ക് പോകുന്നവരെ തിരിച്ചു പിടിക്കണം, കൊലയ്ക്ക് കാത്തു നിൽക്കുന്നവരെ. സദൃശവാക്യങ്ങളിൽ ഒരു വാക്യമാണ്. ദേവദാസ്, ഞാൻ അത് ഒത്തിരി ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ സംസാരിച്ച സഹോദരിമാർ പിന്നീട് അവരിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, അവർ പറഞ്ഞു, ആന്റി എന്നെ വിളിക്കുമ്പോൾ, ഒരു സഹോദരി, എൻ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് പറഞ്ഞത്, കോഴഞ്ചേരി പാലത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് വിളിച്ചു, അച്ചാച്ചാ ഞാൻ പോകുക, ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നാളുകൾക്ക് ശേഷം വരുന്ന ഒരു ഫോൺ കോൾ, ആന്റിയുടെ ഫോൺ കോളാണ് എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, എത്രയെത്ര അനുഭവങ്ങൾ ദൈവം നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയും ദൈവത്തിന്റെ ഉദ്ദേശവും നമ്മിലൂടെ വെളിപ്പെടണമെങ്കിൽ അത് എവിടെയായാലും ഏത് നമ്മളെ ദൈവം തിരിച്ചു പിടിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഭവനത്തിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. ഈ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എന്നെ ഒത്തിരി എതിർത്തു. പക്ഷെങ്കിൽ എൻ്റെ അമ്മ പിൽക്കാലത്ത് ഈ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ എന്നോടൊപ്പം വന്ന് നിന്ന് എൻ്റെ അമ്മ കർത്താവിന്റെ ജലത്തിൽ സ്നാനമേറ്റു. ഞാൻ ഒത്തിരി ദൈവത്തിന് സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ്. ആരൊക്കെ എന്നെ എതിർത്തോ, എൻ്റെ ഭവനം, എൻ്റെ മാതാപിതാക്കന്മാർ മാത്രമല്ല, ഞാൻ ഉൾപ്പെട്ടു നിന്ന ആ ആരാധനാലയത്തിലെ ഒത്തിരി എന്നെ സ്നേഹിച്ച മാതാപിതാക്കന്മാരുണ്ട് പാരമ്പര്യ ക്രൈസ്തവ കുടുംബത്തിലായിരിക്കുമ്പോൾ. അപ്പോൾ അവർക്കൊക്കെ തിരിച്ച് എന്നെ ഒരു കാലത്തിൽ അവർ മുഖം മറച്ച സമയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് എന്നെ ഒരു ദൈവദാസന വിവാഹം കഴിച്ചെന്നറിഞ്ഞ് നന്നായിട്ട് അവരൊക്കെ സഹകരിച്ചു. ആത്മീക ശുശ്രൂഷകളിൽ ദൈവം നൽകിയ അഭിവൃദ്ധിയൊക്കെ കണ്ടിട്ട് ആ കുടുംബങ്ങൾക്കകത്തൊക്കെ വിളിച്ചിരുത്തി പ്രാർത്ഥിച്ച് അവരൊക്കെ ആശ്വസിപ്പിച്ച് ഈ അടുത്തിടെ നിത്യതയിലേക്ക് പോയതിന് തൊട്ടു മുമ്പ് വരെ ഞാൻ പോയിരുന്ന് പാടി യേശുവെ പോലെ ആകുവാൻ. അങ്ങനെ പാടി ഞാൻ ആ മാതാവിനും പിതാവിനും വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വീട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ മാതാവ് നിത്യതയിൽ ചേർന്നു. എൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിക്കുന്നു. ഞാൻ ആ ആരാധനാലയം വിട്ടപ്പോൾ ഒത്തിരി എതിർത്ത ഒരു അമ്മയാ, പക്ഷെ എനിക്കൊരു മാതൃകയായിട്ട് നിന്ന ഒരു അമ്മച്ചിയായിരുന്നു. പക്ഷെങ്കിൽ ആ ഫ്യൂണറൽ സർവീസിൽ എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ എൻ്റെ ദേശത്ത് നിന്ന് എൻ്റെ കർത്താവിനെ ഉയർത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന ഒരു അവസരവും ഒരു പ്രിവിലേജും ആണ്. എന്നെ എതിർത്ത ദേശത്ത് ജീവിക്കുന്ന കർത്താവിന്റെ സാക്ഷിയായി നിന്ന് ഞാൻ കർത്താവിനെ ഉയർത്തുവാൻ കഴിഞ്ഞു. ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിന്റെ 14 ജില്ലകളിലും തലമുറകൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. ഞാൻ കേരളത്തിന്റെ ചില ജില്ലകളിലൊന്നും യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഷീലാൻഡി ഇങ്ങനെ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു ജില്ലയിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അടുത്ത ജില്ലയിൽ പോകണം, 14 ജില്ലയിൽ കവർ ചെയ്യുമ്പോൾ നിങ്ങളെ സ്റ്റേറ്റുകളിലേക്ക് വിടുമെന്ന്. എൻ്റെ ജീവിതത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായതാണ്. ഞാൻ 14 ജില്ലകൾ കവർ ചെയ്തു. ഭാരതത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനമായി യാത്ര ചെയ്തത് ഉജ്ജയിനിലാണ് ഞങ്ങളുടെ മിഷൻ ട്രിപ്പുകൾ. അവിടെയൊക്കെ പോയി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം എത്താത്ത ഇടങ്ങളിൽ ഞങ്ങൾ പോയ മിഷൻ ട്രിപ്പുകളിലൊക്കെ ഒത്തിരി കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തി അവരുടെ ഇടയിൽ ഞങ്ങൾക്കറിയാവുന്ന പാട്ടുകൾ പഠിപ്പിച്ചും ആ കുഞ്ഞുങ്ങളോടൊക്കെ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു. എന്നെ ജീവിതത്തിൽ ഒത്തിരി വേദനയുണ്ടായ ഒരു മിഷൻ ട്രിപ്പ് അനുഭവമുണ്ട്. ഞങ്ങള്
നാഗപ്പൂരിൽ എത്തുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സഭയിലെ ഒരു ദൈവദാസനും ദൈവദാസിയും, അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അത്ഭുതമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതം പറഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുവാനിരിക്കുന്ന കുഞ്ഞിന് പേരിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം നാഗപ്പൂര് പട്ടണത്തിലുണ്ട്. ഞാൻ പറഞ്ഞത്, എന്നെ അറിയുന്ന, ഞാൻ കാലുകുത്തിയ ദേശങ്ങളിലൊക്കെ ഉള്ളവർ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കും. ഫിലേമോന്റെ ലേഖത്ത് ഇങ്ങനെ വാക്യം, മുമ്പേ അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവൻ, ഇപ്പോഴോ എനിക്കും നിനക്കും പ്രയോജനമുള്ളവൻ. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന ഒരു വചനമാത്. അങ്ങനെയെങ്കിൽ ഒനേസിമോസിനെ പോലെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾക്കകത്തൊക്കെ പലപ്പോഴും നമ്മളെക്കുറിച്ചും മറ്റുള്ളവർ വിധി എഴുതിയത് അങ്ങനെയൊക്കെയാ. ഒരിക്കലും പ്രയോജനമില്ലാത്തവർ, ശൂന്യതയിൽ കൂടെ കഴിയുന്നവർ, ഒന്നുമില്ലാത്തവർ എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ദൈവം നമ്മളെ കണ്ടത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമാകണം. എൻ്റെ ഹൃദയവും അത് തന്നെ ആഗ്രഹവും. മറ്റുള്ളവർക്ക് ഞാൻ ഒരു ആശ്വാസമാകണം. എന്നോട് സംസാരിക്കുന്നവർ, അവർക്ക് ഞാൻ ഒരു അനുഗ്രഹമാകണം. ജീവിതത്തിലെ ശൂന്യതകൾക്കകത്തും ഞാൻ അനേക കുഞ്ഞുങ്ങൾക്ക് ഒരു മോൾഡായി, അവരെ ഞാൻ നല്ലൊരു വഴികാട്ടിയായി നിൽക്കണം. യൂത്ത് മിനിസ്ട്രി ചെയ്യുന്നു. അപ്പോൾ തന്നെ സഹോദരിമാരുടെ നടുവിൽ കർത്താവിന് വേണ്ടി അധികമായിട്ട് പ്രശോഭിക്കണം. അനേക സഹോദരിമാരെ സുവിശേഷീകരണത്തിന്റെ ഭാഗമാക്കാകണം. കേരളത്തിന്റെ 14 ജില്ലകളിൽ കഴിഞ്ഞപ്പോൾ ഭാരതത്തിന്റെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. അവിടേക്ക് പോകണം. അപ്പോൾ തന്നെ ദൈവം അത്ഭുതകരമായി ആ വിധത്തിൽ ദൈവം വഴി നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സുവിശേഷീകരണത്തിൽ കരം പിടിച്ച് വഴി നടത്തിയ അനവധി പ്രിയപ്പെട്ടവരുണ്ട്. അനേക കർത്തൃദാസിമാരുണ്ട്. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ അനിമോൾ ആന്റി, തന്റെ ജീവിതത്തിന്റെ കഷ്ടതയേറിയ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരം കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നന്നായി അനുഭവിക്കുക. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് അത് ചെയ്യുമ്പോൾ ഞാൻ ഹൃദയത്തിൽ ഒത്തിരി കൃതാർത്ഥയാണ്. ഒത്തിരി സ്നേഹിക്കുന്ന ഒരു സഹോദരങ്ങളെ പോലെ ശുശ്രൂഷയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നിൽക്കുന്ന ഒരു പറ്റം ആന്റിമാർ എനിക്ക് ചുറ്റിലുമുണ്ട്. ഒരു വർഷം സഭാ ശുശ്രൂഷ ഇല്ലാതിരുന്ന ഒരു സമയമുണ്ട് കഴിഞ്ഞ വർഷം. ആ സമയത്ത് കുമളിയിൽ ഇവിടെയുള്ള ദൈവദാസൻ നിരന്തരം ദൈവസനിൽ ഉപവസിക്കുന്ന ഒരു സമയമായിരുന്നു. അവിടേക്ക് വന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ചില കാലഘട്ടം ദൈവം നമ്മളെ ഒറ്റയ്ക്കാക്കും. ആരോടും നമ്മൾ കണക്ട് ഇല്ലാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നാം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യം ദൈവം നമുക്ക് തരും. അത് നമ്മളെ പണിതുകൊണ്ടിരിക്കുക. അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് വെയിൽസിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു മിഷനുണ്ട്, ഇവാൻ റോബർട്സ്. അദ്ദേഹം പറയുന്നതാ, ഓ ലോർഡ് ബെൻഡ് മീ ലോർഡ്, എന്നെ ഒന്ന് വളയ്ക്കണമേ. ഓ ലോർഡ് യു യൂസ് മീ, എന്നെ ഉപയോഗിക്കണമേ. ഞാനും അത് ഏറ്റു പറയുക, കർത്താവ് എന്നെ ഉപയോഗിക്കണം, എന്നെ വളയ്ക്കണം. ഞാൻ ഒന്നുമായിട്ടില്ല, കർത്താവിന് വേണ്ടി ഓടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുവാൻ എനിക്കുള്ളത്, ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്ത് വിശ്വസ്തരായി വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി നാം ഓടുമെങ്കിൽ ദൈവം നമ്മെ എത്തിക്കേണ്ട സാഹചര്യങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും. അടുത്ത ഒരു നിയോഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഭാരതത്തെ നേടുവാൻ, കേരളത്തിന്റെ ഒരു ഉണർവിന് വേണ്ടി ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പ് ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമാകുവാൻ പത്തനംതിട്ട ജില്ലയിൽ ദൈവം എന്നെ ഉപയോഗിച്ചു. അരോമ ടിവിയോടും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം, എൻ്റെ അനുഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ കാണിച്ച ഈ ഒരു വലിയ മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ബഹുമാന്യ ദേവദാസൻ പാസ്റ്ററെ ഓർത്ത് ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം, അനേക സഹോദരിമാരെ, അനേകരുടെ സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ എന്നെ പോലുള്ള സഹോദരിമാർ ഒരിക്കലും പുറത്തേക്ക് വരുവാൻ, അവരുടെ ആ സാക്ഷ്യങ്ങളൊന്നും ആരും അറിയരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി അതല്ല. നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെ അനേകർ പുറത്തു വരണം. എവിടെയെങ്കിലും ആരെങ്കിലും ബുദ്ധിമുട്ടിലൂടെ അനുഭവിക്കുന്നുവെന്ന് ഷീലാന്റി എന്നോട് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോകും. അവരുടെ കഷ്ടതയിൽ അവരെ ആശ്വസിപ്പിക്കും. അവർക്ക് ഏത് മേഖലയിലാണോ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഭക്ഷണമില്ലായ്മയാണോ, അവർക്ക് വെച്ച് കഴിക്കുവാൻ ബുദ്ധിമുട്ടാണോ, അല്ല അവർക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ വയ്യ, ഒരു മെഡിസിൻ മേടിക്കാൻ പോകാം, അങ്ങനെ ഏത് സാഹചര്യങ്ങളിൽ ആണോ അവരായിരിക്കുന്നത്, ആ സാഹചര്യങ്ങളിലെല്ലാം ഓടിയെത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയത് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഓടുവാൻ ഞാനും പാസ്റ്ററും ഇങ്ങനെ നിൽക്കുന്നത്, ദൈവം നമ്മളെ മറന്നു കളയുന്ന ദൈവമല്ലല്ലോ. തന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല. നിത്യതയ്ക്ക് വേണ്ടി കഴിഞ്ഞ വിശുദ്ധ ഞായറാഴ്ചയിൽ നിത്യതയിൽ ഒരു അവകാശം ദൈവം നമുക്ക് നൽകും. ആത്മീക ശുശ്രൂഷയിൽ
ശക്തമായിട്ട് ദൈവം ഞങ്ങളെ ഉപയോഗിക്കണം. മറ്റൊരാൾക്ക് അനുകാരിയായിട്ട് നിൽക്കുവാനല്ല, വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ എവിടെയൊക്കെ മേഖലകളിൽ ഒരു ശുശ്രൂഷക്കാരത്തെയോ ശുശ്രൂഷക്കാരനോ മാത്രമായിട്ടല്ല, ഏതു കാര്യത്തിനും ദൈവനാമത്തിനു വേണ്ടി നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അവിടെയൊക്കെ കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന് ചരിത്രത്തിൽ ഒരു രേഖയാക്കി, ചരിത്രത്തിൽ ഒരു അടയാളമാക്കി, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അടയാളമാക്കി നിൽക്കണം. എന്നെ മറ്റുള്ളവർ അടയാളമാക്കണം. എൻ്റെ പേര് പറയുമ്പോൾ മറ്റുള്ളവർ ആശ്വസിക്കണം. അങ്ങനെ ഒരു ലെവലിലേക്ക് ദൈവം വളർത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ അവസരം വളരെ സന്തോഷത്തോടെ, വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടും എന്നെ ഈ മീറ്റിംഗിലേക്ക് സജസ്റ്റ് ചെയ്ത ബഹുമാന്യ കർത്തൃദാസി പ്രിയ അനിമോൾ ദേവരാജ് ആന്റിയോടും കുടുംബത്തോടും, വിശേഷാൽ ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളോടും, ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഗ്രേസ് ക്രിസ്ത്യൻ മിനിസ്ട്രീസിന്റെ എല്ലാ ദൈവ സഭകളോടും, ബഹുമാന്യ കർത്തൃദാസൻ പ്രിയ കർത്തൃദാസൻ ബാബു ശാമുവേൽ സാർ, തന്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, ഗ്രേസ് ക്രിസ്ത്യൻ മിനിസ്ട്രി, ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ദൈവം എനിക്ക് നൽകിയ അവസരങ്ങളെല്ലാം, അവിടെയുള്ള പ്രിയപ്പെട്ടവരോടും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരിമാർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, അങ്ങനെ ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ലോകത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ, രാജ്യങ്ങളിലേക്ക് ഈ കർത്താവിന്റെ നാമവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം തരുന്ന അവസരങ്ങൾ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അവസരം നൽകിയ ബഹുമാന്യ ദേവദാസനോട് ഞാൻ ഹൃദയപൂർവ്വം എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുമ്പോൾ തന്നെ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതകളോ ഒറ്റപ്പെടലുകളോ ഇല്ലായ്മയോ ഭൗതികമോ ആകട്ടെ, എന്തായാലും നാം ദൈവവിഷയം സംബന്ധിച്ച് തികവുള്ളവരായി കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ നിൽക്കുവാൻ, നമ്മുടെ കർത്താവ് വരുവാൻ കാലമായി. ആ നിത്യതയ്ക്ക് വേണ്ടി അനേകർ ഈ ലോകത്തിൽ നഷ്ടമായി പോകാതെ ഒരു ഉണർവിന് വേണ്ടി നമ്മുടെ ഭാരതത്തെ നേടാം, നമ്മുടെ കേരളത്തെ നേടാം. ഒരു തീപ്പന്തമായി, ഒരു അഗ്നിയായി ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. അതിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം എന്നെയും സഹായിക്കട്ടെ. അതിനായി എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഈ സമയത്ത് ഒരുമിച്ച് ഈ മാധ്യമത്തിലൂടെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവർ, വേദനിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ എങ്ങനെ കർത്താവിന് വേണ്ടി മുൻപോട്ട് പോകാം, ജീവിതത്തിന്റെ പരിമിതികൾ, സാഹചര്യങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഇല്ലായ്മകൾ, വിശേഷാൽ കുടുംബ ജീവിതത്തിന്റെ ശൂന്യതയിൽ നിൽക്കുന്ന അനവധി പ്രിയപ്പെട്ടവർ, അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ കർത്താവിന്റെ നാമവുമായി ഓടുന്ന ഇടങ്ങളിൽ അനവധി കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുവാൻ അവസരങ്ങൾ ലഭിക്കട്ടെ. മറ്റുള്ളവർക്കൊരാശ്വാസമായി തീരുവാൻ സർവശക്തൻ സഹായിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. വിശേഷ അരോമ ടിവിയെ ദൈവം മാനിക്കണം. അനേകരുടെ അനുഭവങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ബഹുമാന്യ ദൈവദാസനെയും ഈ മാധ്യമത്തെയും ദൈവം ഉപയോഗിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന് അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ബിന്ദുലിനു. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്ന വിധങ്ങള് അത് ഒരു മനുഷ്യന്റെയും പ്ലാനും പദ്ധതി പ്രകാരമല്ല, നമ്മുടെ ആഗ്രഹപ്രകാരവുമല്ല. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നതായ ആ പ്രോഗ്രാം അനുസരിച്ചാണ് നാം ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത്. അതിനെ മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുകയുമില്ല. ഒരുപക്ഷെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചില വഴികളൊക്കെ നമ്മൾ യോനായെ പോലെ തിരഞ്ഞെടുക്കും. എന്നാൽ ദൈവത്തിന് നമ്മളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് യോനായ്ക്ക് പകരം വേറൊരാളിനെ ദൈവത്തിന് എടുക്കാമായിരുന്നു. പക്ഷേ അതല്ല, യോനായെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യിപ്പിക്കണം. ദൈവനാമം അതിലൂടെ മഹിമപ്പെടണം. അതിന് യോന ഒരു പക്ഷെങ്കിൽ ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും
താന് ആ കഷ്ടതയിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നു. യോനായിലൂടെ ദൈവം ചില പ്രവർത്തികൾ ചെയ്തു. ദൈവത്തിന്റെ മഹത്വം ദൈവം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കും. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഓരോ കാര്യങ്ങൾ അതത് സമയങ്ങളിൽ ദൈവം ചിലരെ കൊണ്ട് ചെയ്യിക്കും. കൃപയാൽ നമ്മൾ ആ ഒരു ഭാഗ്യപദവിയിൽ ആയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ, ബുദ്ധിമാന്മാർ, മിടുക്കന്മാർ, ധനവാന്മാർ, ബലവാന്മാർ, ഉന്നത കുലജാതന്മാരൊക്കെ സമൂഹത്തിലുണ്ട്. പക്ഷേ നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് കൃപയാൽ ബോവസിന്റെ വയലിൽ രൂത്ത് എത്തിപ്പെട്ടതുപോലെ നമ്മളും എത്തിച്ചേർന്നു എന്ന് മാത്രമേ നമുക്കും പറയുവാനുള്ളൂ. നമുക്ക് വേണ്ടി ഒരു ശേഷിപ്പ് അവിടെ നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ ആ വയലിൽ അവൾക്ക് പെറുക്കുവാൻ വേണ്ടി ചില കതിരുകള് അവിടെ വലിച്ചിട്ട്, ആ കൊയ്ത്തുകാര് അവിടെ ബോവസ് പറഞ്ഞതനുസരിച്ച് ചില കതിരുകള് അവിടെ വലിച്ചിട്ട് രൂത്ത് പുറകെ നടന്ന് അത് പെറുക്കിയതുപോലെ ഒരു 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 അത്രയും തന്നെ, അത് തന്നെ വലിയൊരു ഭാഗ്യകരമായ ഒരു അനുഭവം. കാരണം ആ വയലിൽ ചെല്ലുക എന്ന് പറയുന്നതും ആ ബോവസ് നമ്മളോട് കരുണ കാണിക്കുക എന്ന് പറയുന്നതും അവിടെ നിന്ന് ആ കതിരിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ആ കറ്റയുടെ അല്ലെങ്കിൽ ആ വയലിന്റെ ഒരു ഭാഗം നമുക്ക് കൂടി അനുഭവിക്കുവാൻ ലഭിക്കുക എന്ന് പറയുന്നതും ഒക്കെ കൃപയാൽ അത് വലിയൊരു ഭാഗ്യകരമായ അനുഭവമാം. പ്രിയ ബിന്ദു സിസ്റ്റർ ഒരു ആംഗ്ലിക്കൻ പാരമ്പര്യ കുടുംബത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് ജീവിച്ചു വന്നു എങ്കിലും ആ കുടുംബത്തിൽ നിന്ന്, ആ സഭയിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് അല്ലെങ്കിൽ കർത്താവ് വിളിച്ചു വേർതിരിച്ചു, അതിന് ആ വിശ്വാസത്തിൽ തന്നെ കൃപയാൽ രൂത്തിനെ പോലെ ക്രിസ്തീയ ജീവിതത്തില് ദൈവസഭയില് വന്നു ചേരുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. പ്രിയ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ KP യോഹന്നാൻ സാറ് അന്ന് ആ കത്തില് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹം അന്ന് ആ ഒരു വിശ്വാസവും ആ ഒരു കാഴ്ചപ്പാടുമുള്ള വ്യക്തി ആയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കുകൾ ആ ഒരു നിലയിലായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവർ, ആയിരങ്ങൾ കേരളക്കരയില് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിന്റെ കത്തുകളിലൂടെ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ അനേകര് കർത്താവിലേക്ക് വരുവാൻ, പെന്തക്കോസ്ത് സമൂഹത്തിൽ വരുവാൻ, ദൈവസഭയുടെ ഭാഗമായി തീരുവാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാനൊക്കെ അവസരമുണ്ടായിട്ടുണ്ട്. അന്ന് പറ്റിയില്ലെങ്കിലും പിന്നത്തേതില് കർത്താവിന്റെ വയലിൽ ഇറങ്ങിത്തിരിക്കുവാൻ, ഒരു ശുശ്രൂഷക്കാരത്തിയാകുവാൻ, ഇന്ന് അനേകർക്ക് ആശ്വാസമായിരിക്കുവാൻ ദൈവം കർത്താവിന്റെ ദാസിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതവും വിദ്യാഭ്യാസവും കുടുംബവും കുടുംബജീവിതവും ശുശ്രൂഷ മണ്ഡലങ്ങളും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലേഡീസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങള്, ഗ്രേസ് മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാനൊക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ കർത്താവിന്റെ ദാസി പറയുകയുണ്ടായി. അനേകർക്ക് ആശ്വാസമായിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് വേദികൾ ഒരുക്കട്ടെ, അവസരങ്ങൾ ഒരുക്കട്ടെ, പിന്നെയും അനേകരുടെ വിടുതലിന് കാരണമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സാക്ഷ്യം പറയുവാൻ വേണ്ടി ദൈവം ശേഷിപ്പിച്ചു എന്ന് വേണം പറയുവാൻ. ഒരുപക്ഷെങ്കിൽ അന്ന് ആ കരണം മറിഞ്ഞ ആ ബസ്സിനുള്ളിൽ, ആ കൊക്കയിലേക്ക്, ആ താഴ്വരയിലേക്ക് മറിഞ്ഞു പോയപ്പോൾ ഒരുപക്ഷെങ്കിൽ അന്ന് ജീവന്റെയും മരണത്തിന്റെയും നടുവിൽ ആ അകപ്പെട്ട ആ സന്ദർഭത്തിൽ നിന്ന് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് പുറത്തു കൊണ്ടുവന്നു. അത് വലിച്ചു പുറത്തു കൊണ്ടുവന്ന് ഒരു 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 അസ്ഥിക്ക് പോലും ഒടിവുണ്ടാകാതെ, മറ്റ് ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവ് രക്ഷിച്ചു. സ്തോത്രം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ആ തിരഞ്ഞെടുപ്പിന് വേണ്ടി ദൈവം മാറ്റി നിർത്തിയതായ ആ ഇടപെടലുകൾ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നാന്ദിന ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവനാമം ആമേൻ പിന്നെയും മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. ഒരുപക്ഷെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെങ്കിൽ നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചെന്ന് വരത്തില്ല. പകരം ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുക, പൂർത്തീകരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നാം നിലകൊള്ളുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തില് ഒരു സന്തോഷകരമായ അനുഭവമായിരിക്കാം. ആമേൻ. കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം സാക്ഷ്യവും പങ്കുവച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം വേറൊരു അനുഭവമായി തീർന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.